ഫ്രണ്ട്സ്, ഞാനിപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. ഇന്നിവിടെ വന്നത് ഒരു വ്യത്യസ്തമായ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നാടക സിനിമ അഭിനയ മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ മാത്രമല്ല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്, മലയാളം വിഭാഗം, ഡോക്ടർ നിതിന്യ. പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു അഭിനേത്രി കൂടിയാണ്. ഇന്ന് ഒത്തിരി സിനിമകൾ ഇവരെ വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ഈ സിനിമ നാടകം മേഖലയിൽ എത്തിപ്പെട്ടിട്ട് എത്രയായി? നാടകം സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ തന്നെ നാടകം ചെയ്യുന്നുണ്ട്. ആർട്സ് കോളേജിലൊക്കെ പ്രോഗ്രാമിനൊക്കെ ചെയ്തിട്ടുണ്ട്, സ്കൂളിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു PG പഠിക്കുമ്പോൾ ഒരു നൃത്തശില്പം, അങ്ങനെയൊക്കെ ആയിട്ട് അഭിനയമൊക്കെ കൂടെ തന്നെ ഉണ്ട്. കുറച്ചുകൂടെ സജീവമായിട്ട് സീരിയസ് ആയിട്ട് നാടകം ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോൾ കുറച്ച് കാലത്തിന് തന്നെ. സിനിമ ഇവിടെ നാട്ടിലുള്ള കുറച്ച് നാടകക്കാരനെയാണ് കൂടുതലും. എൻ്റെ അമ്മേൻ്റെ മാമൻ്റെ മോണ്ട് കാർത്തിക് കെ നഗരം എന്ന് പറഞ്ഞിട്ടുള്ള അവരൊരു സിനിമ നിർമ്മിച്ചിരുന്നു, മമ്മാലി എന്ന ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞിട്ട്. ആ സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ടാണ് സിനിമാ മേഖലയിലേക്ക് എത്തുന്നത്. പിന്നെ കപ്പേള എന്ന് പറഞ്ഞിട്ടുള്ളൊരു പടം ഉണ്ടായിരുന്നു, അതിൻ്റെ ഷൂട്ട് നമ്മളെവിടെ ചേള. ആ ഒരു സിനിമയിൽ നല്ല ഹിറ്റായ പടമായിരുന്നു. പക്ഷേ ഞാനെപ്പോഴും പറയും, ഡയറക്ടർ അറിഞ്ഞിട്ടുണ്ടോ ആവോ ഞാൻ അഭിനയിച്ചത്. ചെറിയൊരു സീൻ, ഒരു പാസിംഗ് സീൻ കിട്ടിയല്ലോ. അതെ അതെ. അതിലെ ആ പെങ്ങന്മാരായിട്ടുള്ള രണ്ടാളുകൾ അറസ്റ്റ് ചെയ്യുന്ന പോലീസ് വരുത്തികളിൽ ഒരാളായിട്ട്. അങ്ങനെ ആ പടമാണ് രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത്. പിന്നെ മധുരം സിനിമ, മധുരമാണ് മൂന്നാമതൊരു വലിയൊരു എന്താ പറയുക ഹിറ്റ് പടം എന്നൊക്കെ പറയാവുന്ന ഒരു ഇൻഡസ്ട്രിയുടെ ഒരു മെയിൻ പടമായിട്ട് വന്നതിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് രസമായി, സിനിമ ഇഷ്ടമായി. അങ്ങനെ ഓപ്പൺ കാസ്റ്റിംഗ് ബോർഡും അല്ലാണ്ടും ഒക്കെ ആയിട്ട് നമ്മൾ സിനിമയ്ക്ക് പിന്നാലെ. അതൊരു പാഷനായി മാറ്റി. അതെ അതെ. അഭിനയം മുമ്പും ഇഷ്ടമുണ്ട്, അഭിനയിക്കാറുണ്ട്. ഇന്നത്തെ പോലെ റീല് അല്ലെങ്കിൽ അത്തരം കുട്ടികളുടെ വൈബൊന്നും ഇല്ലാന്നേ ഉള്ളൂ. അപ്പോൾ അത് എങ്ങനെ അവസരം കിട്ടും, നമുക്ക് വേറെ ഗോഡ് ഫാദേഴ്സ് ഒന്നുമില്ല. ആ സമയത്താണ് ഇങ്ങനെ അവസരങ്ങളൊക്കെ വന്നപ്പോൾ സിനിമയ്ക്ക് പിന്നാലെ ഞാനും ഹസ്ബൻഡും കൂടെ ഇങ്ങനെ ഓഡിഷൻ ഉണ്ടെന്ന് കേൾക്കുന്ന സമയത്ത് കേരളത്തിന് പുറത്തും എനിക്ക് തോന്നുന്നു ചെന്നൈയിലും ഒക്കെ പോയിട്ടുണ്ട്. അതിൽ ശരിക്കും ശ്രദ്ധിക്കപ്പെട്ട വേഷം എന്ന് പറയുന്നത് കുട്ടികളൊക്കെ കൂടുതൽ തിരിച്ചറിയുന്നത് 18+ നസ്ലിൻ്റെ അമ്മയായിട്ടുള്ള വേഷം, ആ ഒരു റോള് തന്നെയാണ്. പിന്നെ പേരില്ലൂർ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ് സീരീസ് ഉണ്ടായിരുന്നു, അതിൽ സരോജനി എന്നുള്ളൊരു ക്യാരക്ടർ, ശിവജി സാറിൻ്റെ വൈഫായിട്ടുള്ള സംശയരോഗിയായിട്ടുള്ള അതിലൊരു കുഞ്ഞു ഭാഗം. എനിക്ക് തോന്നുന്നു ഈ റീലുകളൊക്കെ ആയിട്ട് കൂടുതൽ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ കുറച്ചും കൂടെ സജീവമായതുകൊണ്ട് തന്നെ കുറേ റീലുകളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടും ഒരുപക്ഷെ സിനിമ കാണാത്തവർ പോലും എന്നെ തിരിച്ചറിയുന്നത് ഇതുപോലുള്ള റീലുകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കയറി കൊളുത്തുന്നത് കൊണ്ടാണ്. അപ്പം അതിൽ ആ ക്യാരക്ടറൊക്കെ അത്യാവശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ ഭർത്താവ് പോയി എന്ന് കേൾക്കുന്ന സമയത്ത് മുത്തേ പൊന്നെ എന്നൊക്കെ വിളിച്ച് കരഞ്ഞിട്ട് കിണർ ചാടാൻ ഓടുന്ന ഒരു ക്യാരക്ടർ. പിന്നെ ഭർത്താവ് വേറൊരു പെണ്ണിൻ്റെ കൂടെ ഒളിച്ചോടിയതാന്ന് പറയുമ്പോൾ നേരെ തെറി പറയുന്നത്. അപ്പം അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വേറെ പല ഒക്കേഷനിലും ഇത് ഇങ്ങനെ ട്രെൻഡ്. മാഡം, സ്വാഭാവികമായിട്ട് ഏതൊരാൾക്കും ഒരു ഇതുണ്ടാകും. ഇപ്പം അഭിനയം എന്നൊക്കെ പറയുമ്പം ഒരു ചെറുപ്പകാലത്താണ് ഓരോരുത്തർക്ക് തോന്നുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അഭിനയം നിർത്തുമ്പോഴാണ് അഭിനയം തുടങ്ങുന്നത്. അങ്ങനെ കാണില്ല. ഒരു ഇനിയിപ്പോ ചാൻസ് കിട്ടിയാലും അത് ഇനിയിപ്പോ വീട്ടിലെ മോള് അത് ഇത് വീട്ടിലെ ഒരു പ്രാരാബ്ദ പ്രശ്നങ്ങളിൽ നിൽക്കുമ്പോഴാവും അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ ഇവിടെ തന്നെ നോക്കി നടത്താൻ വയ്യ, എന്നിട്ടാണ് ഞാൻ അഭിനയം എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്റ്റേജില് നിങ്ങൾ എങ്ങനെ ഈ ഒരു ഇത് എനിക്ക് തോന്നുന്നു അന്ന് ട്രൈ ചെയ്തിട്ട് കിട്ടാത്താണോ? അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നത് അന്നൊക്കെ നമ്മളെ ലോകത്തുനിന്ന് ഒരുപാട് ദൂരമുള്ള നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത വേറെ എന്തോ ഒരു ലോകേ. പക്ഷേ ഞാൻ ഇപ്പോൾ പഠിപ്പിക്കുന്ന കുട്ടികൾ PG ഡിഗ്രി കുട്ടികളുടെ ആ ഒരു പ്രായത്തിലൊന്നും സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളൊരു മോഹം പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. അഭിനയിക്കണം, അത് നാടകം ചെയ്യാൻ ചാൻസ് വന്നപ്പോൾ നാടകം ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് സിനിമ ചെയ്യാന്നൊന്നും നമുക്ക് സ്വപ്നം കാണാൻ പറ്റുന്നതിലും അപ്പുറത്തുള്ളൊരു ലോകമായിരുന്നു.
പിന്നെ ഇപ്പൊ പറഞ്ഞാൽ രണ്ടാമത്തെ ഈ ചോദ്യം എനിക്ക് തോന്നുന്നു രണ്ട് ഭാഗമാക്കുന്നതായിരിക്കും. ഞാൻ എന്തുകൊണ്ട് എൻ്റെ ഒരു കൗമാര യൗവന തുടക്കകാലങ്ങളിൽ അഭിനയത്തിലേക്ക് വന്ന് അല്ലെങ്കിൽ സിനിമാ അഭിനയത്തിലേക്ക് എത്തിയില്ല എന്നുള്ളതും ഇപ്പോൾ പ്രാരാബ്ധത്തിൻ്റെതായിട്ടുള്ള ഒരു വർഷങ്ങളിൽ ഞാൻ എന്ത് സിനിമ ചൂസ് ചെയ്തു, പ്രയാസങ്ങൾ ഇല്ലേ എന്നുള്ളതും രണ്ട് ചോദ്യം ഉണ്ട്. അപ്പം പൊതുവിൽ സ്ത്രീകളോട് മുഴുവൻ എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഒരു പ്രാരാബ്ധ കാലം നമ്മളെ കെട്ടിയിടാൻ അനുവദിക്കരുത് എന്നുള്ളതാണ്. നമുക്ക് പണ്ട് അച്ഛൻ അമ്മ അതുപോലെ നമ്മളെ ബ്രദേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ പെർമിഷൻ എടുത്തിട്ട് അത് കഴിഞ്ഞ് ഭർത്താവിൻ്റെ അത് കഴിഞ്ഞ് മക്കളുടെ നമ്മളെ മനസ്മൃതിയിൽ പറയുന്ന ആ ഒരു ട്രഡീഷണൽ സംഭവത്തിൽ നിന്നാൽ നമ്മളെ കാലം കഴിഞ്ഞ് കുഴിയിലേക്ക് അങ്ങ് പോകാനുള്ള സമയമാവും. അതിനു മുമ്പേ ഓരോരുത്തർക്കും ഓരോ തരം ഇഷ്ടങ്ങളായിരിക്കും. ഇപ്പം ചിലർക്ക് സ്പോർട്സ് ആയിരിക്കും താല്പര്യം, ചിലർക്ക് പാട്ട് പാടാനായിരിക്കും, അതൊന്നുമില്ലാണ്ട് വീട് പരിപാലിക്കാനായിരിക്കും ചിലർക്ക് ഇഷ്ടം. ഇക്കിഗായി എന്നൊക്കെ പറയും, ഒരു ജാപ്പാനീസ് വേർഡാണ്. നമ്മൾ ജീവിക്കാനുള്ള കാരണം കണ്ടെത്തുക. ശരിക്കും ഞാൻ എൻ്റെ ഇക്കിഗായി കണ്ടെത്തുന്നത് അഭിനയത്തിൽ തന്നെയാണ്. അത് നാടകമായാലും സിനിമയായാലും അത് ചെയ്യുമ്പോൾ അഭിനയിക്കുന്ന സമയത്ത് അതിൽ മുഴുകുന്ന സമയത്ത് എനിക്കുണ്ടാവുന്ന ആനന്ദം ഒരാളോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതിന് പ്രതിബന്ധമായിട്ട് എൻ്റെ ഫാമിലിയും മറ്റെന്ത് വന്നാലും എനിക്കത് ഭയങ്കര വിഷമമായിരിക്കും. പക്ഷേ എന്തോ ദൈവഭാഗ്യം കൊണ്ട് എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് എനിക്കുള്ളത് എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങളെ ഈ മധുരം സിനിമ അതിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു? അത് ഇവിടെ അരീക്കോട് വെച്ചിട്ടൊരു ഓഡിഷൻ ഉണ്ടായിരുന്നു. മലപ്പുറം ഭാഷ അവിടുത്തെ സ്ലാങ് സംസാരിക്കുന്ന ആളുകളെ വേണം എന്ന് പറഞ്ഞിട്ട് അത് ദുൽഖർ സൽമാനും ചെമ്പൻ വിനോദൂടെ ചെയ്യാനിരുന്ന ഒരു സിനിമയായിരുന്നു. അപ്പം അതിൽ ദുൽഖറിൻ്റെ അമ്മയായിട്ടുള്ളൊരു വേഷം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഓഡീഷന് പോയി. പബു വളയംകുളം മലയാളത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കാസ്റ്റിംഗ് ഡയറക്ടർ, അവരായിരുന്നു അതിൽ കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട്. ആ സിനിമയിൽ ഞാൻ സെലക്ട് ചെയ്തു. പക്ഷേ നിർഭാഗ്യം കൊണ്ട് ആ സിനിമ അന്ന് നടന്നില്ല. കോവിഡ് വന്നപ്പോൾ അതൊരു മലപ്പുറത്തെ ഫുട്ബോളിൻ്റെ പശ്ചാത്തലത്തിലുള്ളൊരു പടമായിരുന്നു, അത് നടക്കാണ്ട് പോയി. പക്ഷേ അതിൻ്റെ ഡയറക്ടറാണ് പ്രവീൺ സാറ്. പിന്നെ പേരിലൂർ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ വെബ് സീരീസ് വന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒരു അവസരം തന്നത്. അങ്ങനെയാണ് മധുരത്തിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അബു വളയംകുളം പിന്നെ ഒരുപാട് സിനിമകളിൽ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കപ്പെട്ട കുറേ വേഷങ്ങൾ പിന്നെ അവർ തന്നു. നിങ്ങൾ ഈ ആക്ടിങ് മാത്രമേ ഉള്ളൂ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ അതിൻ്റെ കൂടെ? വേറെ സിംഗറോ? അല്ല, പാട്ട് ഇഷ്ടമാണ്, കേൾക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ നാടൻ പാട്ട് അങ്ങനെ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും അല്ലാണ്ട്. പിന്നെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ലേഖന മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് കോഴിക്കോട് ആകാശവാണിയിൽ നടത്തിയ ഒരു ലേഖന മത്സരമായിരുന്നു. അതിൽ ഏറ്റവും വലിയൊരു എന്താ പറയുക, നമ്മുടെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് അതിന് സമ്മാനം തന്നത് സുകുമാർ അഴീക്കോട്. അപ്പോൾ അത് ഇപ്പോഴും ആ ഫോട്ടോയും ആ ഓർമ്മകളും ഒക്കെ ആർട്സിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആർട്സ് കോളേജിൽ വെച്ചിട്ട് തന്നെയായിരുന്നു. സഞ്ജയൻ്റെ ജന്മശതാബ്ദിയോട് അനുബന്ധിച്ചിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അതിൽ സഞ്ജയൻ്റെ കാലിക പ്രസക്തി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കിൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് നടത്തിയൊരു മത്സരമായിരുന്നു ആകാശവാണി. അപ്പം അങ്ങനെയൊരു ഭാഗ്യമുണ്ട്. അപ്പം എനിക്കൊരു ചോദ്യം നേരത്തെ മനസ്സിലായി. നിങ്ങൾ അന്ന് വിതച്ചത് ഇപ്പോഴാണ് കൊയ്ത്തത്. ഇപ്പോഴേ അന്നേ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു ഓരോരുത്തർക്കുള്ള സമയം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങള് അന്നേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് അല്ല അതിനോടുള്ള ഇഷ്ടം ഇപ്പോഴും അതിന്റെ റിസൾട്ട് പ്രതിഫലിച്ചത് ഇപ്പോഴൊക്കെയാണ്. നമ്മളൊരു റിസൾട്ട് ഉടനെ കിട്ടണം, അല്ലെങ്കിൽ റിസൾട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ സന്തോഷം കണ്ടെത്തുക, അതിലാണ് അത് 18+ ഇതിലേക്ക് എങ്ങനെ നിങ്ങളെ ഒരു എൻട്രി വന്നത്? അതിനു മുമ്പ് ഞാനൊരു യൂട്യൂബിലുള്ള അടുപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ പരപ്പു ഡയറക്റ്റ് ചെയ്ത ഒരു വെബ് സീരീസ്, അതിൽ ഒരു ടീച്ചർ വേഷം 1 മിനിറ്റ് ഉള്ളൂ. അതിലൊരു 30 സെക്കൻഡ് കുറച്ച് ഇതേപോലെ വൈറലായിട്ടുണ്ടായിരുന്നു റീലായിട്ട്. A+B² ഇക്വേഷൻ ജീവിതത്തിൽ എവിടെയാണ് പ്രയോഗിക്കുന്നത് എന്നൊരു ടീച്ചറുടെ അടുത്ത് ചോദിക്കുന്ന കുട്ടിയുടെ അത് കുറച്ച് ശ്രദ്ധിക്കപ്പെട്ടു. അത് കണ്ടിട്ടാണ് രാജേഷ് നാരായണൻ എന്നെ 18+ലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്.
ആരാണ് എന്താണെന്നൊക്കെ അന്വേഷിച്ചു. അപ്പോൾ ആ സമയത്ത് തെക്കൻ തല്ല് കേസ് അവർ കാസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ അതിലെ പ്രധാന ക്യാരക്ടറെല്ലാം കാസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് നല്ലൊരു അവസരം വരുമ്പോൾ ടീച്ചറെ എന്തായാലും വിളിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെയാണ് അതിൽ കുമാരസുനിലും ഞാനുമാണ് നസ്രീൻ്റെ അച്ഛനും അമ്മയായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലെ ചില സീൻസ് ഇതേപോലെ വളരെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. സിനിമയും അതെ. അതിനുശേഷവും രാജേഷ് നാരായണനാണ് ഈ പെയ്ത്തിലേക്കും എന്നെ കാസ്റ്റ് ചെയ്തത്. അത് ഞാൻ എപ്പോഴും ആലോചിക്കും. ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ടീച്ചർ മുഖം മാത്രമാണ് ഈ ക്യാരക്ടർ ലാലി ക്യാരക്ടറിന് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ വന്നതെന്ന്. ഞാനത് FBയിൽ എഴുതിയിടുകയും ചെയ്ത്. അങ്ങനെ എന്നെ ആ ഒരു ക്യാരക്ടറിലേക്ക് ഓർക്കാൻ ആ ഒരു നിമിഷത്തിന് പോലും നന്ദിയെന്നും പറഞ്ഞിട്ട്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടറുകൾ കിട്ടുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. അപ്പം രാജേഷ് നാരായണനോട് എപ്പോഴും വലിയ സ്നേഹം. വാഴ 2 അതിൽ അലൻ്റെ അമ്മയുടെ. പിന്നെ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞത് ഇനി ഇറങ്ങാനുള്ളത് ഒന്ന് രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള കുഞ്ചാക്കോ ബോബൻ പടം ഒരു ദുരൂഹ സാഹചര്യത്തിൽ. പിന്നെ രമയുഗത്തിൻ്റെ ഡയറക്ടർ രാഹുൽ സദാശിവൻ്റെ പ്രണവ് മോഹൻലാൽ പടം ഡയസയറാണ് ഇപ്പോൾ പേരിട്ടുള്ള. പിന്നെ പേരിടാത്ത ഒരു ഇർഷാദ് അലി പ്രധാന വേഷം ചെയ്യുന്ന നിതീഷ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൊരു പടം ഈ വർഷത്തെ പ്രൊജക്റ്റ് ചെയ്യുന്നു. ഇനി ടൊവിനോ തോമസിൻ്റെ പള്ളിച്ചട്ടമ്പി ഡർബിയൊക്കെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ള പടങ്ങൾ. അതൊന്നും ഡേറ്റ് ആയിട്ടില്ല, ഷൂട്ടിൻ്റെ ഡേറ്റ് ആയിട്ടില്ല. എവിടെ നിങ്ങളെ സ്ഥലം? ഞാൻ കടലുണ്ടിയാണ് താമസം. കലകളുടെ നാട്ടിൽ. എൻ്റെ അനിൽകുമാർ. മക്കള് 2 മക്കളാണ്. ഋതുശ്യാം മകൻ, ശലഭ മകൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. ഇപ്പം അവരൊക്കെ ഇതിന് നല്ല സപ്പോർട്ടീവാണ്. നല്ല സപ്പോർട്ടീവാണ്. ഹസ്ബൻഡിൻ്റെ ഒരു പിന്തുണ വളരെ വലുതാണ്. വളരെ സെറ്റിൽ കൂടെ പറ്റുന്ന സമയത്ത് വരാനാണെങ്കിലും നമ്മളെ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്തിട്ട് എപ്പോഴും അദ്ദേഹം കൂടെ ഉണ്ടാവാറുണ്ട്. ഏതായാലും ഒരുപാട് സിനിമകൾ ഇപ്പോൾ നമ്മൾ കേട്ടു. ഇതിനപ്പുറം ഇവർക്ക് ഇനിയും അവസരങ്ങൾ ലഭിക്കട്ടെ. മാത്രമല്ല നമ്മുടെ നാടിന് ഒരു മാതൃകയാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.